നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. SSC ബാച്ച് 1986-87 വർഷത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഫെബ്രുവരി 9, 2025 നൂർലൈറ്റ് പാർക്കിൽ വെച്ച് മൂന്നാമത്തെ സംഗമം ഓർമ്മകളിലൂടെ കുടുംബസമേതം അതിവിപുലമായ രീതിയിൽ നടത്തപ്പെട്ടു. പ്രസ്തുത പരിപാടിയുടെ അധ്യക്ഷൻ പരമേശ്വരന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നിറമരുതൂർ സ്കൂൾ ഹെഡ്മാസ്റ്റർ രാജഗോപാലൻ സാർ നിർവഹിക്കുകയുണ്ടായി. ശ്രീമതി സതീദേവി സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് അധ്യാപിക സരസ്വതി ടീച്ചർ പഴയ കാലങ്ങൾ ഓർമ്മിപ്പിച്ചു. നല്ലൊരു ആശംസാ പ്രസംഗം നിർവഹിച്ചു. പരിപാടിയിൽ മുസ്തഫ ആംബുലൻസ് മോട്ടിവേഷൻ ക്ലാസ് സഹപാഠികൾക്ക് വേണ്ടി അവതരിപ്പിച്ചു. MG രമേശ്, സൈനുദ്ദീൻ, വിഗാഡ് രമേശ്, മറിയാമു എന്നിവർ ആശംസകൾ നേർന്നു. വൈകുന്നേരം 5 മണിവരെ നീണ്ടുനിന്ന പരിപാടിയിൽ സഹപാഠികൾ അവതരിപ്പിച്ച വിവിധയിന കലാപരിപാടികൾ നടന്നു. ലത്തീഫ് ചക്കരമൂല നന്ദി പറഞ്ഞു. എൺപത്താറ് 87 ബാച്ചിൻ്റെ പാർട്ട് 3 സംഗമത്തിലാണ് നമ്മൾ സംഗമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞു സ്വാഗതം പറയണം. ഇതിനൊരു തയ്യാറെടുപ്പിലൊന്നും വന്നതല്ല, സാദരം ക്ഷമിക്കണം എന്ന് ആദ്യമേ പറയട്ടെ. നമ്മുടെ ഈ പരിപാടി ഇങ്ങനെ നമ്മൾ വീണ്ടും ഒത്തുചേരുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പേരെടുത്ത് പറഞ്ഞിട്ടതിൽ ചിലരെ വിട്ടുപോയി എന്ന ഒരു ഇത് വേണ്ട എന്ന് വെച്ച് എല്ലാവരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് മുതിർന്ന ഓരോരുത്തരോടുമുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. 2 നമ്മൾ കഴിഞ്ഞു. അത് ഭംഗിയായിട്ട് നമ്മൾ നടത്തിയതിന് നമുക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ എല്ലാവരും വന്നവർക്ക് ആശംസ പറയാൻ മാത്രമല്ല, ഇതിൻ്റെ ഒരു സ്പീച്ചിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ സൈനുദ്ദീനെ ക്ഷണിക്കും. സ്കൂൾ ബാച്ചിൻ്റെ ഒക്കെ ഒരു പരിപാടിയോടുകൂടി അവസാനിക്കലും അതിൽ നിന്ന് ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ട് ഒരു 10 ഗ്രൂപ്പൊക്കെ ആയിട്ട് ലാസ്റ്റ് ആർക്കും ഒരു പരിപാടി നടത്താൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബാച്ചിനുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് 3ാമത്തെ ഗെറ്റ് ടുഗദറാണ്. അതിൽ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ 3ാമത്തെ ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റിയത്. ടീച്ചർക്ക് തന്നെ അറിയാം. പറയുന്ന പോലെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് നമുക്കിന്നിവിടെ വന്നിരിക്കാൻ പറ്റിയത്. പിന്നെ ഈ സംഗമത്തിലൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇനി അധികകാലം ഉണ്ടാവോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മളൊരു 50 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാലഘട്ടമാണ്. കാരണം നമുക്ക് മക്കളെ കല്യാണം കഴിപ്പിക്കാനുണ്ടാവും, ചിലവർക്ക് പേരക്കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ ഏറ്റവും കഷ്ടമായ ഒരു സമയമാണ് ഒരു 50 മുതൽ 60 വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പേരൻസിനെ എഫക്റ്റ് ചെയ്യുന്നൊന്നുണ്ടല്ലോ, അവരെ മക്കളായിരിക്കും ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ടെൻഷനുള്ള സമയമാണ്. അപ്പോൾ അതിൽ അവരെന്നെ പറഞ്ഞു ഒരുപാട് പരിപാടികൾ നടത്തിയതിൽ വീണ്ടും 3ലേക്ക് എത്തുന്ന ഒരു ഇത് നിങ്ങളെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യം. പണ്ട് അസംബ്ലിയിൽ മുമ്പിൽ നിന്നിരുന്ന ചെറിയ കുട്ടികളിൽ നിന്ന് ഇന്ന് വളർന്ന് എല്ലാവരും അച്ഛനും അമ്മയും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമായിട്ടൊക്കെ മാറി അങ്ങനെ ഇരിക്കുന്ന കാഴ്ച കാണാൻ വളരെ രസമുണ്ട്. എന്തുകൊണ്ടും നല്ല ഈ നിങ്ങളുടെ കൂട്ടായ്മ ഇതുപോലെ കൊണ്ടു നടക്കാൻ സൈനുദ്ദീനും മറ്റും പരിശ്രമിക്കുന്നുണ്ടെന്ന് നല്ലോണം അറിയാം. കാരണം ഒരുപാട് കൂട്ടായ്മകൾ തുടക്കത്തിൽ വളരെ ഗംഭീരമായിട്ട് തുടങ്ങും, അത് പിന്നീട് വളരെ ശോഷിച്ചു പോകുന്നതായിട്ടാണ് കാണുക. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 3ാമത്തെ പ്രാവശ്യവും ഇത്രയും ആളുകൾ വന്നു കൂടി എന്നുള്ളത് നിങ്ങളുടെ ഒത്തൊരുമയുടെ ഒരു മാതൃകയാണ്. എന്തായാലും ജീവിതത്തിൽ സൈനുദ്ദീൻ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പോൾ 50 വയസ്സെന്ന് പറഞ്ഞ് ചെയ്ത സൈനുദ്ദീൻ അതൊന്നും വലിയ പ്രായമൊന്നുമല്ല സൈനുദ്ദീന്. ഇതിനിടയിൽ ജീവിതം എന്ന് പറയുന്നത് ഞാനതിനെ ഇങ്ങനെ കണക്കാക്കുന്നത്, ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് വീണാൽ മരിക്കുന്നവരെ നമ്മൾ പോകണം. അത് നമ്മൾ മനസ്സിൽ കരുതി തന്നെ വേണം. അതിന് നമ്മൾ എന്ത് വന്നാലും ഏതിനെയും നേരിടാൻ മനസ്സ് പാകപ്പെടുത്തിയിടുക.
അത് സ്വയം പാകപ്പെടുത്തുക തന്നെ വേണം. അതിന് നിങ്ങളുടെ കൂട്ടുകാരുടെ ചോദിക്കുക, കൂട്ടുകാരുടെ അടുപ്പം ഉണ്ടാകുമ്പോൾ അതിന് ഒരു ബലം കിട്ടും. ഈ കൂട്ടായ്മ കൊണ്ട് ഞാൻ കാണുന്നൊരു പ്രത്യേകത അതാണ്. നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കൂടുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഫേസ് ചെയ്യാനുള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് കിട്ടും. അങ്ങനെ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് വളരെയധികം ഉപകരിക്കുന്നതാണ്. ഇപ്പം തന്നതിന് വളരെ സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, മൂന്നാമതും ഈ കൂട്ടായ്മ ഇവിടെ ഇത്രയും അധികം കുട്ടികളുടെ സാന്നിധ്യത്തിൽ നടന്നു എന്നത്. പിന്നെ എപ്പോഴും നിങ്ങൾ ഞങ്ങളെ രണ്ടുപേർക്കും കുറച്ച് കൂടുതൽ പ്രാധാന്യം തരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സ്വകാര്യ അഹങ്കാരമായി തന്നെ ഞാൻ പറയട്ടെ. ഒരു പ്രാവശ്യം ആദ്യത്തെ തവണ ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡിൽ ഞങ്ങളുടെ ഫോട്ടോ വെച്ചപ്പോൾ ആരോ ബസ്സിൽ യാത്ര ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ടീച്ചർക്കും മാഷർക്കും വല്ല സ്വീകരണം ഉണ്ടോ എന്ന്. അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, ആ ഗംഭീര ഒരു സ്വീകരണം ഉണ്ട് ട്രസ്റ്റ് പ്ലാസയിൽ വെച്ചിട്ട് എന്നാണ് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ സൈനുദ്ദീനോട് പറഞ്ഞു, സൈനുദ്ദീനെ ആ ഫ്ലക്സ് മാറ്റുക നല്ലത്, അല്ലെങ്കിൽ അടുത്ത ചോദ്യം സരസ്വതി ടീച്ചർക്കും രാജപാല മാഷ്ക്കും എന്താ കൊമ്പുണ്ടോ എന്നായിരിക്കും, അത് ചോദിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ സൈനുദ്ദീൻ പറഞ്ഞു, എനിക്കൊരു പേടിയില്ല, ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞോളാം. അപ്പം അത്രയും സന്തോഷം, ഞങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷം അറിയിക്കട്ടെ. നമ്മുടെ 86-87 ബാച്ചിൻ്റെ മൂന്നാമത്തെ ഗെറ്റ് ടുഗദറാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ടീച്ചർ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ ഷെയറിങ്, അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്. നമ്മുടെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്ത് കുറേ നേരം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോവും. ഒരു പക്ഷെ എൻ്റെ ഭാര്യ ചോദിക്കാറുണ്ട്, എന്നേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ഗ്രൂപ്പിലാണല്ലോ എന്നുള്ളത്. ഒരു ചെറിയ പരാജയമായിട്ടും പറയാറുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പ് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ അനുഭവിച്ച വ്യക്തികളിൽ ഒരാളായിരിക്കും ഞാൻ. വളരെ ബഹുമാനത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തെ. ഞാനൊക്കെ വളരെ ചെറിയ പയ്യനായിരുന്നു, ഒരു നിക്കറോ ഒരു ചെറിയ മുണ്ടൊക്കെ എടുത്ത് വരുന്ന വളരെ ചെറിയ പയ്യനായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഒരു മൈക്കെടുത്ത് ഒരു വേദിയിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ എനിക്ക് കഴിയുമായിരുന്നെന്ന് സരസ്വതി ടീച്ചർക്ക് പോലും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ അതിനൊക്കെ ഒരു ബലം തന്നിട്ടുള്ളത് ടീച്ചറുടെയും മാഷുടെയും നമ്മോടുള്ള ഒരു പെരുമാറ്റവും നമ്മളെ ഓരോ കാര്യത്തിലുള്ള പ്രോത്സാഹനവും എല്ലാമാണ്. ഇന്ന് ടീച്ചറെ വേദിയിലിരുത്തി വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനുള്ള ഒരു ആർജവം എനിക്കുണ്ടായതും അതിലേക്ക് ഞാൻ വരണം എന്ന ഒരു ബോധം എന്നിലുണ്ടായതുമൊക്കെ ഇത്തരം ഗുരുക്കന്മാർ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ജനിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടും അവർ അവരുടെ കർമ്മത്തിൽ മുഴുകിയതുകൊണ്ടും മാത്രമാണ്. എല്ലാവർക്കും നമസ്കാരം. ഓർമ്മകളുടെയുള്ള പാർട്ട് 3 എന്ന ഒരുമിച്ച് കൂട്ടിയ നമ്മുടെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജഗോപാലൻ സാറിനും സരസ്വതി ടീച്ചർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒറ്റക്കെട്ടായി ഒരുമയോട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. SSC ബാച്ചാണല്ലോ. ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ ബാച്ചിലെ ഒരുവിധ ആളുകളൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായിട്ടാണ് ആ അർത്ഥത്തിൽ പഠിച്ചവർക്ക് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ വേറെ ബിസിനസ് ലെവലിലൊക്കെ പോയവർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്കും തന്നെ അങ്ങനൊരു എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ അങ്ങനെ കുറേ ഗുണം നമ്മൾക്ക് കിട്ടിപ്പോയി. ഒരാഴ്ച മുന്നേ PB വഹാബ് സാറിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു, നിലമ്പൂർ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ടീച്ചറേയും മാഷും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വളരെ കാരണം ഒരു വലിയൊരു ബിസിനസ്മാനും രാഷ്ട്രീയത്തിൽ അത്രയും അറിയപ്പെടുന്നൊരു വ്യക്തി ടീച്ചറേയും ആശയും പറ്റി പറഞ്ഞപ്പോൾ സത്യത്തിൽ വളരെയധികം സന്തോഷമുണ്ടായി. ടീച്ചറായിട്ട് ഇന്ന് ബന്ധങ്ങളുണ്ട്. തിരൂര് വീടാണെങ്കിലും നിലമ്പൂരിനായിട്ട് ഇവർക്ക് വലിയൊരു കടപ്പാടുണ്ട്, അവിടുത്തെ ആളുകളായിട്ട് കടപ്പാടുണ്ട്. അപ്പം എത്ര
നമ്മൾ ഫുട്ബോൾ കളിച്ചാലും സമ്മാനം വാങ്ങാൻ നമ്മൾ താഴെ വരും. അതേമാതിരി തന്നെയാണ് മാഷയും ടീച്ചറൊക്കെ എല്ലാവർക്കും നല്ല പോലെ സ്നേഹിക്കുന്ന ആളുകളാണ്. മുന്നിൽ എന്നെ കുറച്ച് കുരുത്തക്കെട്ടുണ്ടായതുകൊണ്ട് മുന്നിലാണ് കൊടുത്തിരുത്തിയത്. അപ്പോഴും ടീച്ചർക്ക് മനസ്സിലായി അവൻ മുന്നിലിരുന്നാലും ബാക്കിലിരുന്നാലും ഒക്കെ ഒരേ മാതിരിയാണ്. അപ്പം മുസ്തഫ ബാക്കിൽ പോയിരുന്നോട്ടെ, അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ അറിയും. കാരണം അന്നത്തെ കാലത്ത് ഞാൻ 2:30 മണിക്ക് എണീക്കുമായിരുന്നു. എൻ്റെ ഗുരുനാഥന്മാരുടെയും നമ്മളുടെയും ഒക്കെ ഈ ഒരു വലിയ നമ്മളെ ഗ്രൂപ്പിൻ്റെ ഒക്കെ വലിയ ഒരു വലിയ മുതൽക്കൂട്ടാണെന്ന് തന്നെ നമുക്ക് സംസാരിക്കാം, പറയാൻ പറ്റും. നമ്മൾക്ക് നമ്മളെ കുടുംബങ്ങൾ കയ്യിൽ തന്ന ഒരു നിധിയാണ് നമ്മളെ ഭാര്യ. അതേമാതിരി തന്നെ ഭർത്താവും. എന്നും നമ്മൾക്ക് അവരെ ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല, ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും ഒരു കട്ടിൽ നിന്നും മാറിക്കിടക്കരുത്. നമുക്ക് എത്ര വലിയ മക്കളുണ്ടെങ്കിലും എത്ര പ്രായം കൂടിയ മക്കളുണ്ടെങ്കിലും നമ്മൾ മക്കളെ പേടിച്ചും കൊണ്ട് നമ്മൾ ഒരു കട്ടിലിൽ നിന്നും എത്രത്തോളം വീതി കുറഞ്ഞ കട്ടിലിൽ കിടക്കാൻ പറ്റുമോ അത്രയും വീതി കുറഞ്ഞ കട്ടിലിൽ ഭാര്യ ഭർത്താക്കന്മാർ കിടക്കണം. നമ്മൾ പറയുമായി നമ്മളിപ്പോഴത്തെ നമ്മളെ ഈ ജനറേഷനിലുള്ള ഒരു പ്രശ്നമാണ്. വളർന്നു വന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ മോളുണ്ട് അവിടെ, മോനുണ്ട് ഇവിടെ, അവർ ജീവിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ആ ഒരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളെ തൊലി നമ്മളെ ശരീരവുമായി എപ്പോഴും സ്പർശനം വേണം. നമ്മൾ പറയും 40 വയസ്സായി 50 വയസ്സായി, വിചാരങ്ങൾക്ക് പ്രായമില്ല, വെറുതെ പറയാം. നമ്മളെ മനസ്സിനാണ് വികാരവും വിചാരവും ഒക്കെ നമ്മളെ മനസ്സിനാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ പരിപാടികളിലും ഇനിയും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന സംഘാടകർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നമസ്കാരം. എനിക്കും എൻ്റെ ഫാമിലിക്കൊക്കെ ഞങ്ങളും കുറേ അനുഭവിച്ചിട്ടുണ്ട്. മുസ്തഫാക്കാൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ നമുക്ക് കുടുംബമാകുമ്പം പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ പറയാൻ ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ അതിനോടൊപ്പം നമ്മളെ കൂടെ ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ചെന്ന് പറയാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നതാണ് നമുക്ക് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം. പാട്ട് പാടാൻ നിർത്തില്ല. പാട്ട് എൻ്റെ മോള് പാടും എനിക്ക് വേണ്ടിയിട്ട്. അവളെ വിളിക്കാൻ നമിത മേലേ മേലേ മാനം മാനം നീളേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ മാനം മാനം നീളേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ
സാൻ മീഡിയ ന്യൂസ് തിരൂർ.